ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഫോൺ മോഷ്ടിച്ച് ശ്രുതിയാണെങ്കിൽ ആൻ്റണിക്ക് കൊടുത്തു. ആ വീഡിയോ വൈറലായി. ശരത്താണെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ സച്ചി രക്ഷിച്ചുകൊണ്ട് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതി ഇനി ഈ വീട്ടിൽ കയറാൻ പാടില്ലെന്നുള്ള ശപഥത്തിലാണ്. അങ്ങനെ രേവതിയെയും കൂട്ടി സച്ചി ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീടായിട്ട് നമ്മുടെ നവീനും ആന്റണിയും കൂടിയിട്ട് ശ്രുതിക്ക് വേണ്ടി തിരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ആന്റണിയാണ് ഫോൺ മോഷ്ടിച്ചതെന്നുള്ള വീഡിയോ പുറത്തു വിട്ടെന്നുള്ള സത്യം നമ്മുടെ സച്ചി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആന്റണീനെ പോയി നേരിട്ട് പിടിച്ചിട്ട് സത്യങ്ങളൊക്കെ ആന്റണിയുടെ വായിൽ നിന്ന് തന്നെ പറയിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് വന്നത് നമ്മുടെ ചന്ദ്രമതിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. ചന്ദ്രമതി രണ്ട് കാലിൽ ഉറച്ചു തന്നെ ശപഥം ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും ഇവളുള്ള വീട്ടിൽ ഞാൻ താമസിക്കില്ലാന്നേ. അങ്ങനെ രവിയാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ ഇരിക്കുകയാണ്. കാരണം ശരത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നത് രവിക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ചന്ദ്രമതിയുടെ അടുത്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിയും സച്ചിയും കൂടിയിട്ട് നല്ല വാക്കുപോര് നടക്കുന്നുണ്ട്. ഈ സമയം 2 പോലീസുകാര് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവര് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കംപ്ലൈന്റ് ഇല്ലെന്നത് എഴുതി തരണമെന്നേ. ഇത് കേൾക്കുന്ന ചന്ദ്രമതിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആര് പറഞ്ഞ കംപ്ലൈന്റ് ഇല്ലെന്ന്? എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് സച്ചിയെ കാണിച്ചിട്ട് ആ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഇപ്പൊ വന്നിട്ട് ഇത് കുടുംബ പ്രശ്നമാണ്, കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞെന്ന് പറയണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതെ സാർ, അമ്മ ഇപ്പോ ദേഷ്യത്തിന് പറയുന്നതാണ്, പൈസയൊക്കെ തിരിച്ചു കൊടുത്തതുമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കുന്നത്? അമ്മയ്ക്ക് കേസുണ്ടെന്ന് പറയാണേ. അങ്ങനെ ചന്ദ്രമതിയും പറയുന്നുണ്ട്, എനിക്ക് കേസുണ്ടെന്ന്. അങ്ങനെ സച്ചിയും രേവതിയും എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ, അവൻ പഠിക്കുന്ന കുട്ടിയാണ്, അവന്റെ ഭാവി നശിപ്പിക്കല്ല അമ്മേ, അവൻ അറിയാതെ ചെയ്തത് പോയതാണെന്നൊക്കെ. എന്നാൽ രേവതിയോടും കൂടിയുള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ, അതിന് ചന്ദ്രമതി ആണെങ്കിൽ കേസ് ഉണ്ടെന്ന് തന്നെ എഴുതി കൊടുത്തു വിടുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ആ പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, സാറേ, എന്തായാലും അവനെ പിടിച്ച് ലോക്കപ്പിൽ തന്നെ ഇടണം. അവന് ഇപ്പോ കുടുംബ പ്രശ്നം മാത്രമല്ല, അവൻ ഭയങ്കര ക്രിമിനലും കള്ളനുമാണ്. അവൻ മുമ്പ് ഇവന്റെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്ക് പോലീസ് ഇരിക്കുന്നുണ്ട്, ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടോന്നേ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ മിണ്ടാതെ കാണല്ലോ. അതേ സാറേ, ദേ ഈ നിൽക്കുന്നവന്റെ ബൈക്ക് തന്നെയാണ് അവൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി ഇങ്ങനെയുള്ളവനെയൊക്കെ പുറത്തു വിട്ടാലേ അവനൊക്കെ വളർന്നു വരുമ്പോൾ വലിയ ക്രിമിനൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവർക്ക് ഒന്നും കൂടി എരിവുകയറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതി പോയിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് പറയച്ച, കേസ് കൊടുക്കല്ലെന്നേ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതെ, ശരത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നും പറഞ്ഞിട്ട് രവിയും കൈമലത്തുന്നുണ്ട്. രേവതിയാണെങ്കിൽ പിന്നീട് ഓടിപ്പോയിട്ട് ശ്രുതിയോടും പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ഒന്ന് പറ, ശ്രുതി അമ്മയോട് കേസ് കൊടുക്കല്ലെന്നേ. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, അതെ, എനിക്ക് ആന്റിയോട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ തെറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ, അതും ആന്റിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ച് ബാഗും കൂടി തട്ടിപ്പറിച്ചുകൊണ്ട് പോയവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അത് മാത്രമോ? ആ പിടിച്ച് തട്ടിപ്പറിച്ച സമയത്ത് അമ്മേനെ തള്ളിയിട്ടിട്ടാണ് അവൻ ഓടിയത്. ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ സച്ചിയൻ രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സമയം വർഷയും പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഈ കാര്യത്തിൽ എന്താണെങ്കിലും രേവതി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ശരത് അത്ര വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. തെറ്റ് ചെയ്തെങ്കിൽ അമ്മ കേസ് കൊടുക്കട്ടെ, അപ്പോൾ ബാക്കി ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
സച്ചിയും പറയുന്നുണ്ട്, സാർ അവനെ എന്തായാലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അവന് പഠിക്കുന്ന പയ്യനാണ്. ഇതൊക്കെ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയാൽ അവന്റെ ഭാവിയെ തന്നെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര വൈറലായിരിക്കുകയാണല്ലോ. കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നേരം ഞങ്ങൾ അറസ്റ്റിലേക്കൊന്നും പോകാതിരുന്നത്. ഉടനെ തന്നെ ആ പയ്യനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സച്ചി വീണ്ടും ചന്ദ്രമതിയോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ചന്ദ്രമതി കൂട്ടാക്കുന്നേ ഇല്ല. അങ്ങനെ കംപ്ലൈന്റ് കിട്ടിയതുമായിട്ട് പോലീസുകാർ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും സച്ചിൻ രേവതി ആകെ ടെൻഷൻ അടിച്ച് രേവതി കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. സച്ചി പറയുന്നുണ്ട്, രേവതി നീ അകത്തേക്ക് കയറി പോവാനായിട്ട്. എന്നാൽ ചന്ദ്രമതി സമ്മതിക്കുകയല്ല. എവിടേക്ക്? ഇവളെവിടെ കയറി പോവാനായിട്ടാ? ഇവളെ ഈ പെരയ്ക്കകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഇവളെങ്ങോട്ടേക്കും പോകുന്നില്ല, ഇവളെൻ്റെ ഭാര്യയാണ്, ഇവിടെ തന്നെ താമസിക്കുമെന്നേ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ അതിൽ തന്നെ പോയിട്ട് രവിയോട് പറയുന്നുണ്ട്, രവിയേട്ടാ ഇത്രയും മോഷണമൊക്കെ കാണിച്ചിട്ട് ഇവൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഇവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ രേവതി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശരത് തെറ്റ് ചെയ്തതിന് നീ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. പിന്നെ രേവതി ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ രവിയേട്ടനും എന്താ പറഞ്ഞു വരുന്നത്? അപ്പോ ഇവളുള്ള വീട്ടിൽ നിന്ന് ഞാൻ പോയാലും നിങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലേ? ഇത്രയും കാലം കൂടെ കഴിഞ്ഞ എന്നെക്കാളും വലുത് നിങ്ങൾക്ക് ഇവളാണെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് ഒരു ബാഗിനകത്ത് തുണിയൊക്കെ ആക്കിയിട്ട് ചന്ദ്രമതി വീട് വിട്ട് ഇറങ്ങാണ് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലുണ്ട്. അമ്മയെ പോവല്ലേ അമ്മേ, ഒന്നും പറ സച്ചിയേട്ട അച്ഛന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രവിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ശ്രുതിയും ഒക്കെ പോയിട്ട് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി നേരെ പോകുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഭാമയുടെ അടുത്ത് ചെന്നിട്ട് ചന്ദ്രമതി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രേ നീ കാണിച്ചതൊട്ടും ശരിയായില്ല. ഇത് ശരത്തൊരു തെറ്റ് ചെയ്തതിന് രേവതി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? രേവതി ആ വീട്ടിൽ വന്നിടത്തോളം കാലം നിനക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് സച്ചിയുടെ ഭാര്യയല്ലേ? അപ്പൊ നീ വാശി പിടിച്ചത് ഒട്ടും ശരിയായില്ല. നീ എന്തിനാ ഇപ്പോ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അവളെ പൂവിട്ട് പൂജിക്കണമെന്നാണോ നീ പറഞ്ഞു തരുന്നത്? പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഭാമയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാന്ന് പറയുന്നുണ്ട്. എന്നാ ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ നീ എങ്ങോട്ടേക്ക് പോവാന്? അതെ എനിക്കും വീടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നമുക്ക് കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. നീ ഇപ്പൊ എങ്ങും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ രാത്രി നമ്മുടെ ചന്ദ്രമതി ആ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. രേവതിയാണെങ്കിൽ കരഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ രേവതിയെ എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും രേവതിക്ക് ഒരു സമാധാനവും ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മഹിമയാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചിട്ട് മഹിമ വരുന്ന സമയത്ത് നമ്മുടെ രവിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മഹിമയോ കയറി വാന്നും പറഞ്ഞിട്ട് എവിടെ പോയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം മഹിമ പറയുന്നുണ്ട്, അതെ ഞാൻ ഇവിടെ അടുത്ത് വരെ ഒന്ന് വന്നതാണ്. വന്നപ്പോൾ എന്നാ വർഷയും ചന്ദ്രയും ഒന്ന് കണ്ടിട്ട് പോകാമെന്നും കരുതി കയറിയതാണ്. എന്തേ ചന്ദ്ര എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്ര എവിടെ ഇല്ല, ഭാമയുടെ വീട്ടിലാണെന്നേ. ഓ എപ്പോൾ വരും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രവിയാണെങ്കിൽ ചന്ദ്ര എപ്പോഴാ വരുന്നതെന്ന് അറിയില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ മഹിമയെ കണ്ടതും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആൻറ്റി എപ്പോഴാ വന്നേന്നൊക്കെ ചോദിച്ചിട്ട്. ഈ സമയം മഹിമ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എന്താ ശ്രുതി, ചന്ദ്ര എന്തിയെ, ചന്ദ്രനെ എപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റി എപ്പോഴാ വരിക എന്ന് ആൻറ്റിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാനേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ ആൻറ്റി ആണെങ്കിൽ ഇന്നലെ ഒരു വീഡിയോ വന്നത് കണ്ടില്ലേ, അതിന്റെ ദേഷ്യത്തിൽ ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് മഹിമയോട് പറയുന്നുണ്ട്. ശ്രുതി ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. എന്തായാലും രേവതിയുടെ അനിയൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
അപ്പോൾ ഞാൻ ചന്ദ്രനെ ഒന്ന് കണ്ട് സമാധാനിപ്പിച്ചിട്ട് പോവാന്ന് കരുതിയാ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മുമ്പ് ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹിമേനെ കണ്ടതും മഹിമയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ രേവതി വരുന്നത്. ഈ സമയം ശ്രുതിയോട് മഹിമ പറയുന്നുണ്ട്, എന്തായാലും ബൈക്ക് മോഷ്ടിച്ച സമയത്ത് ഞാൻ കരുതി ബൈക്കിനോടുള്ള എന്തെങ്കിലും പ്രിയം കൊണ്ടായിരിക്കും അതെന്ന്. എന്ന വീഡിയോ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് അവൻ വെറും ഒരു മോഷ്ടാവാണെന്ന്. എന്നിട്ട് രേവതിയാണെങ്കിൽ ഇതാ വെള്ളം പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി കൊടുക്കുന്നുണ്ട്. മഹിമ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നിന്റെ അനിയൻ ഇങ്ങനെ ഒരു മോഷ്ടാവായി പോയല്ലോ. ഇപ്പോ ഇത് നിന്റെ അമ്മ ഇങ്ങനെയാണോ അവനെ വളർത്തി വെച്ചിരിക്കുന്നത്? ഇത് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും നാണക്കേടായില്ലേ? ഇത് നീ കേറി വന്ന കുടുംബത്തിലും എല്ലാവർക്കും അപമാനമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി അപ്പോൾ പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെയാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ആൻറ്റിക്ക് അത് ഭയങ്കര വിഷമമായി. അങ്ങനെ രേവതിയോടും സച്ചിയോടും ഈ വീട് വിട്ട് പോകാൻ പറഞ്ഞു. അവര് പോവാത്തതിനെ തുടർന്ന് ആൻറ്റി തന്നെ ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോയതാണെന്ന് പറയണേ. അപ്പോഴേക്കും മഹിമയും പറയുന്നുണ്ട്, അതെ, ഇങ്ങനെയൊക്കെ സംഭവിച്ച ആരാണ് ഇറക്കി വിടാതിരിക്കുന്നത്? എന്തായാലും ചന്ദ്രയുടെ കാര്യം വളരെ കഷ്ടമായെന്ന് പറഞ്ഞിട്ട് രവിയുടെ അടുത്ത് പോയി അങ്ങ് ഇരിക്കുകയാണേ. എന്തായാലും രവിയേട്ട, ഈ ഒരു വീഡിയോ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. ഇതുപോലെ എല്ലാവരും ഫോൺ വിളിച്ച് എല്ലാവരും കുടുംബത്തിലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കാണോ നിങ്ങൾ മോളെ കെട്ടിച്ചയച്ചതെന്ന്. ഇപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ പുറത്തേക്കൊന്നും ഒരു ഫംഗ്ഷന് പോലും പോകാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയമാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ കേട്ടതാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് പോസ്റ്റിങ്ങിൽ ഇരുന്ന സമയത്ത് എവിടെയൊക്കെ കൈവച്ചെന്നും എത്രത്തോളം തിരിമറികൾ നടത്തിയെന്നും ഒക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, കേട്ടറിഞ്ഞതൊന്നും സത്യമാവണമെന്നില്ലല്ലോ. പിന്നെ നിന്റെ ഭാര്യയുടെ അനിയൻ ചെയ്തത് തെളിവ് സഹിതം വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അതെ, തെളിവൊക്കെ കാണും. എന്തായാലും അതിന് പിന്നിലെ കാരണം കൂടി അറിയണമല്ലോ. അത് അവൻ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ്. ആ പൈസ അവൻ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരികെ കൊടുത്തെന്നും പറഞ്ഞിട്ട് അത് തെറ്റല്ലാതാവില്ലല്ലോ. എന്തായാലും സച്ചി, നീ കാണുന്നവരെ എല്ലാം പോയി അടിക്കുന്ന ആളല്ലേ. ഇപ്പോ നീ ഒരു മോഷ്ടാവിന്റെ കുടുംബത്തിൽ നിന്നാണ് പോയി വിവാഹം കഴിച്ചിരിക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ ഇങ്ങനെ സച്ചിനെ പരിഹസിക്കുന്നുണ്ട്. സച്ചി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അതെ, ഞാൻ ഏത് കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, എടാ നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? അവര് തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഫോൺ വിളിച്ച് ആളുകളെ ചോദിച്ചിട്ട് അവര് അപമാനം സഹിക്കാൻ വയ്യാതെയാണ് ഇപ്പൊ നടക്കുന്നത്. സച്ചിയപ്പോ പറയുന്നുണ്ട്, എടാ നീ എന്താ പറഞ്ഞത്? ഇവര് പറഞ്ഞെന്ന് ഇവരുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? ചുമ്മാ ഓരോന്നിരുന്ന് പറയല്ലേ. നിങ്ങളുടെ മകളുടെ വിവാഹം കഴിച്ചു കൊടുത്ത വീട്ടിലെ ചേട്ടന്റെ ഭാര്യയുടെ അനിയൻ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുവാണോ എന്ന് ചോദിച്ചിട്ട് മഹിമയ്ക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതെ രവിയേട്ടാ, ദിവം പറയുന്ന കേട്ടില്ലേ, ഞാൻ ഇങ്ങോട്ടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതാണെന്ന്. എന്തായാലും രവിയേട്ട, ഞങ്ങൾ കരുതുന്നത് ഇവിടെയും ഇവിടുത്തെ പോലെ തന്നെ ഞങ്ങളും ഒരു കുടുംബമാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളതൊന്ന് അന്വേഷിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്തായാലും വന്നത് തെറ്റായി പോയെങ്കിൽ ക്ഷമിച്ചേരെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രവിയാണെങ്കിൽ സച്ചി എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് നീ അകത്തേക്ക് കയറി പോന്ന് പറയുന്നുണ്ട്. അച്ഛാ, ഇവര് വന്നിരുന്ന് പറയുന്നത് കേട്ടില്ലേ? നിന്നോട് ഞാൻ അകത്തേക്ക് കയറി പോകാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ മഹിമയാണെങ്കിൽ പറയുന്നുണ്ട്, രവിയേട്ടാ, ഞാനിപ്പോ വർഷയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സച്ചി പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ വർഷയെ കാണാൻ വന്നതാണെങ്കിൽ വർഷ റൂമിലുണ്ടെന്നും പറഞ്ഞിട്ട് രവി നൈസായിട്ട് അങ്ങ് മഹിമയെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ മഹിമ കയറി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ശ്രുതിയും കൂടിയിട്ട് തിരിഞ്ഞു പോവാണല്ലോ. അപ്പോഴേക്ക് ശ്രുതി എന്നും പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ട്. എന്താ അങ്കിൾ എന്നും ചോദിച്ചിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്,
ദേ നോക്ക് ശ്രുതി, ആരെങ്കിലും പുറത്തുനിന്ന് വന്ന ഉടനെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും പറയുന്നത് അത്ര ശരിയല്ലെന്നേ. അത് വർഷയുടെ അമ്മയായതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ടേ. ആരായാലും ചന്ദ്ര ഇപ്പോ ദേഷ്യപ്പെട്ടു പോയതിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോ ശ്രുതി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അച്ഛാ ശ്രുതി പറഞ്ഞത് സത്യമല്ലേ? എന്താണെങ്കിലും അവനവൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും അന്തസ് എന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ കുടുംബത്തിൻ്റെ അന്തസ് ഇപ്പോഴേ വീഡിയോ സഹിതം പുറത്ത് നന്നായിട്ട് അന്തസ് ഓടുന്നുണ്ടെന്ന് പറയാനേ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അപ്പം നീ ചെയ്തതോന്നേ? അപ്പോഴേക്കും ശ്രുതിയുടെ നാക്കങ്ങ് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ചമ്മി നിൽക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ അത് ഞാൻ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് നിൽക്കുകയാണല്ലോ. ആ എന്തായാലും ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അങ്ങ് നാണം കെട്ടു പോകുന്നുണ്ട് കേട്ടോ. രേവതിയുടെയും സച്ചിയുടെയും ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിനും അവിടെ ഇടയിൽ കയറി വലിയ ആള് കളിക്കാൻ നോക്കിയതാണേ. അങ്ങനെ ശ്രുതിക്കിട്ട് അടുത്ത പണി തൊട്ടു പുറകെ വരുന്നുണ്ട്. ഈ കർമ്മ എന്ന് പറഞ്ഞത് ഒന്നുണ്ടല്ലോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, ആന്റണിയാണ്. ശ്രുതി അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറഞ്ഞിട്ട് ആന്റണി പറയുന്നുണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്നേ. ശരി ഞാൻ വന്നോളാന്നും പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് അർജന്റായിട്ട് ഒരു ക്ലയന്റിനെ കാണണമെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം വർഷയുടെ അടുത്ത് പോയിട്ട് മഹിമ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നുണ്ട് ശരത്തിന്റെ കാര്യം. വർഷ ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പോ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്? പക്ഷേ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കുടുംബക്കാരെല്ലാം എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. നാണം കെട്ട് ഞാൻ മടുത്തു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയാനേ. അമ്മേ, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡ് ശ്രീകാന്താണ്. ശ്രീകാന്തിന്റെ ജ്യേഷ്ഠൻ സച്ചിയേട്ടനാണ്. സച്ചിയേട്ടന്റെ വൈഫിന്റെ അനിയൻ ചെയ്ത ഒരു കാര്യത്തിന്, ഇത്രയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ്സിന് സംഭവിച്ച കാര്യത്തിന് കുടുംബക്കാരെന്തിനാണ് ഇത്ര ടെൻഷൻ ആവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതെ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇതെല്ലാവർക്കും ഇപ്പോൾ ഒരു അപമാനമായിരിക്കുകയാണ്. തന്നെയല്ല പക്ഷേ ഇനിയിപ്പോ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ പോലും ആ കുഞ്ഞിനെ പോലും ഇതിനെ ബാധിക്കില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കാനേ. അത് ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി പോലീസ് കേസ് അത് ഇതെന്നൊക്കെ ആകെ നാണക്കേടാവുന്നേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇട്ടിട്ട് ഓടുകയല്ലല്ലോ വേണ്ടത്, കൂടെ നിൽക്കുകയല്ലേ വേണ്ടതെന്നേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതല്ല ശ്രീകാന്തെ, നിങ്ങൾ ഉടനെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ലോണും കാര്യങ്ങൾക്കും ഒക്കെ ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമാവില്ലെന്ന് ചോദിക്കാനേ. അതെ, ഇത് ഞാനും വർഷയും കൂടി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് മഹിമയ്ക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മഹിമ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ആൻറ്റി, ഞാൻ പറഞ്ഞത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പാരൻസ് ഇടയിൽ കയറിയാൽ പ്രശ്നം വലുതാകത്തേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണേ. അപ്പോഴേക്ക് വർഷയോട് ഇരിക്കുന്നുണ്ട്, വർഷേ എന്താ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത്? ശ്രീകാന്ത് പറഞ്ഞത് കറക്റ്റ് അല്ലേ അമ്മേ? ഇപ്പോൾ അമ്മ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, ഇനി കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ മഹിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്നേ. കാരണം വർഷയും ശ്രീകാന്തും നന്നായിട്ട് തിരിച്ചു കൊടുത്തല്ലോ. അങ്ങനെ പേഴ്സ് കൊടുത്തുകൊണ്ട് മഹിമ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ മഹിമയും കൂടി വന്ന് ഓരോ കുത്തുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ രേവതി ഇരിക്കുമ്പോഴാണ് ദേവുവിൻ്റെ കോള് വരുന്നത്. അമ്മയെ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയെന്ന്. അങ്ങനെ രേവതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സച്ചിയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ശരത്തിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മേനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും ചെന്നിട്ട് ഒരുപാട് പോലീസുകാരോട് സംസാരിക്കുന്നുണ്ട്. പ്രായമായതാണ്, അമ്മയ്ക്ക് സുഖമില്ലാത്തതാണെന്നൊക്കെ.
എന്നാൽ പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും വൈറലായ ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷറുണ്ട്, അവനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ ഞങ്ങളെ വെച്ചേക്കില്ലെന്ന് പറയണേ. അങ്ങനെ സച്ചിൻ്റെ അവധിയും ഒരുപാട് പറയുമ്പോൾ SI പറയുന്നുണ്ട് ഇന്നൊരു ദിവസത്തേക്കിന് അമ്മയെ വിടാം, എന്നാൽ നാളെ രാവിലെ തന്നെ അവനെയും കൂട്ടിയിട്ട് നിങ്ങൾ തന്നെ ഇവിടെ എത്തണം, അല്ലെങ്കിൽ അമ്മയുടെ പേരിലായിരിക്കും അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുക എന്ന് പറയാനേ. അങ്ങനെ ഒരു തരത്തിൽ ലക്ഷ്മി അമ്മയും കൂട്ടിയിട്ട് സച്ചിയും രേവതിയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരേനെയും കൂട്ടിയിട്ട് ആന്റണിയുടെ അടുത്തേക്ക് പോവാണേ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എടി ഇനി എന്തിനാണ് ആന്റണിയെ കാണുന്നത്? വീഡിയോ കൊടുത്തു, നവീൻ ദാസിനെ പിടിപ്പിക്കുകയും ചെയ്തു, പിന്നെ അവനുമായിട്ട് ഇനി എന്തിനാണ് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഒരു വെള്ളത്തിൽ ഇല വീണാൽ ആ ഇല ഒഴുകുന്ന വഴിയെല്ലാം വെള്ളം പോകുന്ന വഴിയെല്ലാം ഇലയും ഒഴുകണമല്ലോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാ ഈ ഒരു തത്വം പറയുന്നത്? അതെ, അതെൻ്റെ ജീവിതം അങ്ങനെയാണ്. ഓൾറെഡി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി പുതിയതായിട്ട് ഇവന് എന്ത് പ്രശ്നമാണ് എൻ്റെ തലയിൽ വെച്ച് തരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, എന്തായാലും പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ കണ്ടതും ആന്റണി ആണെങ്കിൽ വാ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇപ്പോൾ വരാൻ പറഞ്ഞത്? അത് നിങ്ങളോട് പറഞ്ഞാൽ ശരിയാവില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കെന്നും പറഞ്ഞിട്ട് നവീൻ ദാസിനെ ഇരുത്തിയിരിക്കുന്ന ഒരു റൂമുണ്ടല്ലോ, ആ റൂമിലേക്ക് കൊണ്ടുചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ആ റൂം തുറക്കുന്നതും നമ്മുടെ മീരയും ശ്രുതിയും ഞെട്ടിപ്പോവാണ്. കാരണം നവീൻ ദാസ് ആണെങ്കിൽ ദേഹം മുഴുവൻ മുറിവ് പറ്റിയ രീതിയിൽ കണ്ണുപോലും തുറക്കാതെ കിടക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്നേ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, 4 ദിവസം ഇവനെ ഈ റൂമിലിട്ട് നല്ല അടി അടിച്ചിട്ട് ബോംബെയിലേക്ക് പാഴ്സൽ ചെയ്യാൻ നോക്കിയതാണ്, എന്നിട്ടിപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, ആള് തട്ടിപ്പോയോന്നേ. അപ്പൊ ആന്റണി പറയുന്നുണ്ട്, ഏയ് ഇല്ല, ഇപ്പൊ എന്തായാലും ശ്വാസമുണ്ട്, പിന്നെ 2 അടി അടിച്ചപ്പോൾ തന്നെ ഇവന് ഈ അവസ്ഥയിലായി, വലിയ ഹെൽപ്പൊന്നും ഇല്ലാത്ത ആളാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, അതെ, എനിക്കറിയാവുന്ന ഒരു നേഴ്സിനെ ഞാൻ വിളിച്ച് അവനെ ഒന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ എന്തായാലും എന്തായാലും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇവൻ തട്ടിപ്പോവെന്നാ പറഞ്ഞേനെ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടേന്നേ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, അത് നല്ല കാര്യമായി, ഇവന് ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്താ എങ്ങനെയെന്ന് അവരന്വേഷിക്കും, പിന്നെ പോലീസ് കേസായി ഞാൻ ലോക്കപ്പ് വഴി നടക്കണോ? എന്തായാലും അത് നടക്കില്ല എന്ന് പറയണേ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തടിയാണ് ഇവനെ അടിച്ചത്? അതെ, ഞങ്ങൾ നൈസായിട്ടാണ് അടിച്ചത്, ഇവൻ വലിയ ആരോഗ്യമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അവൻ വീണു പോയത് ഞങ്ങളുടെ പ്രശ്നമാണോ? അങ്ങനെ നവീൻ ദാസിനാണെങ്കിൽ ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടത്തിയിരിക്കുന്നത്. ശ്രുതി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിപ്പോൾ എന്താ പറയുന്നതെന്നേ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, അതെ, അവനിപ്പോ ഓക്സിജൻ മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ അവനിപ്പോൾ തന്നെ ഡെഡ് ബോഡി ആവും, പിന്നെ ഇവന് വിവാഹം കഴിഞ്ഞതാണെന്നല്ലേ പറഞ്ഞത്, കുറച്ച് ദിവസമായിട്ട് ഇവന്റെ ഭാര്യ എങ്ങാനും ഇവനെ കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്ത എൻ്റെ ആളുകളാണല്ലോ ഇവനെ പോയി പിടിച്ചുകൊണ്ട് വന്നത്. നേരെ പോലീസ് എൻ്റെ അടുത്തേക്കായിരിക്കും എത്തുന്നത്, പിന്നെ പോലീസായി, കേസായി, കോടതിയായി, പിന്നെ കോടതിയിലെത്തുമ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ നിന്റെ പേര് ഞാൻ പറയേണ്ടി വരുമെന്ന് ആന്റണി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ആന്റണി ഇവനെ ഇങ്ങനെ അടിക്കാൻ ഞാൻ പറഞ്ഞോന്നേ? പിന്നെ നീ തന്നെയാണ് പറഞ്ഞത് നിന്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഇവനെ അടിച്ചൊതുക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ലാതെ എനിക്ക് ഇവനുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ആന്റണി പറയുന്നുണ്ട്, എന്തായാലും എന്ത് കേസ് വന്നാലും പോലീസ് കേസ് വന്നാലും ഞാൻ നിങ്ങളുടെ പേരെ പറയുള്ളൂ, പിന്നെ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, പിന്നെ എന്തായാലും ഇവൻ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും, പിന്നെ നിനക്കായിരിക്കും കേസ് മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്.
ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇപ്പൊ എന്നെ ഒറ്റ കൊടുക്കാനുള്ള ഇതാണോ നിന്റെ തീരുമാനം എന്നേ? ഏയ്, ഞാനെന്തിനാ നിങ്ങളെ ഒറ്റ കൊടുക്കുന്നത്? അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എനിക്ക് പ്രശ്നമാവുമല്ലോ. നിങ്ങൾ ഇവനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്റണി പറയുന്നുണ്ട്, എന്തായാലും ഇവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അത് എത്തിക്കുന്നവരുടെ തലയിലായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഒരു പോം വഴി എന്നോണം എനിക്കറിയാവുന്ന ഒരു നാട്ടുവൈദ്യനുണ്ട്. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇവൻ എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് പറയണേ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇവനെ നിങ്ങൾക്ക് അവിടെ അങ്ങ് എത്തിച്ചൂടെ? അത് തന്നെയാണല്ലോ പ്രശ്നം. അവിടെ എത്തിക്കണമെങ്കിലും നല്ല ചെലവുകൾ ഉണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റണി, ഇപ്പോൾ ഞാൻ ഓൾറെഡി നല്ല പ്രശ്നത്തിലാണ്, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആന്റണി പറയുന്നുണ്ട്, എന്നാ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവൻ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നമെന്നേ. എന്നാൽ മീര പറയുന്നുണ്ട്, ദേ, നിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളല്ലേ, അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് കാണുമല്ലോ. ഒരു 2 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് നിസ്സാരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. ആഹാ, ഇത് നല്ല കഥയാണല്ലോ. ഇവന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് 2 ലക്ഷം രൂപ ചെലവാക്കുന്നത്? ഇവൻ ഇവിടെ കിടന്ന് ചത്തുപോട്ടെ. പിന്നെ ശ്രുതിയുടെ പേര് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആന്റണി, ഇപ്പൊ നിന്റെ ഭാവം എന്താ? നീ ഇതും പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താന്നാണോ? അപ്പോഴേക്കും മീരയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മീര ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 ലക്ഷം രൂപ തന്നേര് ഇവനെ കൊണ്ടുപോയി ഇവന്റെ ചികിത്സ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, ഇനിയിപ്പോൾ ക്യാഷിന് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉടനെ ഇല്ല, ഞാൻ പതുക്കെ തരാന്ന് പറയാണേ. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, അതെ, ഒരുപാടൊന്നും താമസിക്കാനില്ല. നാളെ ഒരു ദിവസത്തിനുള്ളിൽ പൈസ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ ഡെഡ് ബോഡി ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട്, എന്തായാലും ഇവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയത് വെറുതെ ഒന്നുമല്ല, ബ്ലാക്ക് മെയിൽ ചെയ്തത് നീ എന്തോ കുടുംബത്തില് എന്തോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇവന് പണം കൊടുക്കേണ്ടി വന്നതോ. പിന്നെ ഇപ്പൊ ഇവനെന്തെങ്കിലും സംഭവിച്ച് ഇവന്റെ പേരിലും കൂടി എന്തെങ്കിലും ആയാ നീ ജീവിക്കുന്ന വീട്ടിലേക്കായിരിക്കും പോലീസുകാർ വരുന്നത്. പിന്നെ ബാക്കി ജീവിതം നിന്റെ എങ്ങനെയാവുന്ന നിനക്ക് തന്നെ ഊഹിക്കാവല്ലോ എന്നിങ്ങനെ ആന്റണി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഏയ് വേണ്ട ആന്റണി, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. എന്തായാലും ഞാൻ ഉടനെ തന്നെ പണം കൊണ്ടെത്തിക്കാം. അതുവരെ നിങ്ങൾ ഇവനെ ഒന്ന് നോക്ക്. എന്തായാലും നിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊരു കൊല്ലാപ്പോവണമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും മീരയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ നവീൻ ദാസ് മാസ്ക് ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങ് എഴുന്നേക്കുന്നുണ്ട്. അങ്ങനെ നവീനാണെങ്കിൽ സത്യത്തിൽ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആന്റണിയും നവീനും കൂടിയിട്ട് കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നവീൻ ചോദിക്കുന്നുണ്ട്, എന്നാ ഞാൻ പോട്ടെ എന്നേ. അപ്പോഴേക്ക് ആന്റണി വരുന്നുണ്ട്, പറയുന്നുണ്ട്, എന്തായാലും വലിയൊരു ഇരയാണ് ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നത്. അവൾ ആദ്യം 2 ലക്ഷം രൂപയും കൊണ്ട് ഇങ്ങ് വരട്ടെ, അതിനുശേഷം പോണോ വേണ്ടിയോന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി അവളൊരു പണം കഴിക്കുന്ന മരമാണെങ്കിലേ നമുക്ക് ആ മരം അങ്ങ് പിടിച്ച് കുലുക്കിക്കൊണ്ടേയിരിക്കാന്നും പറഞ്ഞിട്ട് നവീൻ ദാസും ആന്റണിയും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നവീൻ ദാസിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ശ്രുതിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നവീൻ ദാസ് ആന്റണിയോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ശ്രുതിക്കിട്ടുള്ള പണി തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചി ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എല്ലാം ഒന്ന് സാമറ്റിൽ പോയിട്ടുണ്ടല്ലോ. എന്നാൽ സച്ചിയുടെ മനസ്സിൽ ഒരു കാര്യം കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം കാണാതെ സച്ചി അടങ്ങിയിരിക്കുകയില്ല. എന്നാൽ തൻ്റെ മൊബൈൽ ഫോണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും അതാരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നും തിരിച്ചറിയാനായിട്ടോ ഇനി നമ്മുടെ സച്ചിയുടെ നടത്തം. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ വീഡിയോ എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ ഉറവിടം തിരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ പുറത്താക്കിയ വൈറലാക്കിയ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ആന്റണി പറഞ്ഞിട്ടാണെന്നും നമ്മുടെ രേവതിക്കും സച്ചിക്കിട്ടുമുള്ള ഒരു പണിയായിരുന്നു ആന്റണിയുടേതെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മുടെ സച്ചി ചെല്ലുന്നത് ആന്റണിയുടെ ഗോഡൗണിലേക്കാണ്. അങ്ങനെ ആന്റണിക്കിട്ട് പൊത്തിരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ ആന്റണി ആണെങ്കിൽ
സച്ചി നീ ഇനി എന്നെ ഒന്നും ചെയ്യരുത്, ഇത് ഞാനല്ല. പിന്നെ നിന്റെ വീട്ടിലിരിക്കുന്ന ഫോണ് മോഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ, അത് നിന്റെ വീട്ടിലുള്ള ആള് തന്നെ എടുത്തു തന്നെയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങ് ആകെ ഷോക്കാവാണ്. നീ എന്താടാ പറഞ്ഞത്? അതെ സച്ചി, നിന്റെ ഏട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് തന്നെയാണ് എനിക്ക് ഈ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് തന്നേന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കുന്നുണ്ട്, ആര്? പാർലർ ഏട്ടത്തിയോന്ന്. അപ്പോഴേക്കും അവള് തന്നെ, അവളാണ് എന്നെ കൊണ്ട് ഈ കൊട്ടേഷനുകളെല്ലാം ചെയ്യിപ്പിക്കുന്നതും അവക്ക് ആ വീട്ടില് നീയും രേവതി ഒരു ശല്യമാണെന്നും പറഞ്ഞിട്ട് ആ വീഡിയോ എനിക്ക് കൊണ്ട് തന്നതും അവളാണെന്ന് നമ്മുടെ സച്ചിയോട് ആന്റണി അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി വീണ്ടും പറയുന്നുണ്ട്, നീ വെറുതെ അനാവശ്യം പറയരുത്, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ നീ അങ്ങനെ കുടുംബത്തിലേക്ക് കയറുവാണല്ലേടാ, സത്യം പറയടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കുക കേട്ടോ. അപ്പോഴേക്കും സച്ചി നിർത്ത്, എന്തായാലും ഈ വീഡിയോ എനിക്ക് വൈറലാക്കണമെങ്കിൽ ഒരുപാട് നേരത്തെ ആവാറുന്നല്ലോ. അത് എന്തായാലും നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, അവൾ ഇവിടെ വന്നിരുന്നു എനിക്കൊരു കൊട്ടേഷനുമായിട്ട്. ദേ ഈ നിൽക്കുന്ന നവീൻ ദാസ്, ഇവന് എന്തോ കണക്ഷൻ ഉണ്ടായിട്ട് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ശല്യം ഒഴിവാക്കാനായിട്ട് ഇവന് കൊട്ടേഷനുമായിട്ടാണ് നിന്റെ ഫോണ് എനിക്ക് അവള് മോഷ്ടിച്ചുകൊണ്ട് തന്നെയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി ആകെ അങ്ങ് ഷോക്കാവുകയാണ്. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന്, അതും പാർലർ എടുത്തി അവള് കുറച്ച് ഫ്രോഡ് തരങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇങ്ങനെ ഒരു ഗുണ്ടയുടെ കൂടെ കൂടിയിട്ട് തന്നെ നശിപ്പിക്കാനും തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചല്ലോ എന്നോർത്തിട്ട് സച്ചിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നവീൻ ദാസിനെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചിനെ. അങ്ങനെ നവീൻ ദാസിൽ നിന്ന് നമ്മുടെ സച്ചിയും സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ശ്രുതിക്കിട്ട് സച്ചിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാം തിരിച്ചങ്ങ് കിട്ടാൻ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറെ നാളത്തേക്കിന് നമ്മുടെ ആന്റണിയും നവീൻ ദാസും കൂടി ചേർന്നിട്ട് നമ്മുടെ ശ്രുതിക്കിട്ട് 8ന്റെ പണി കൊടുക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.